ചെറുവാഞ്ചേരി മേഖലയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ചെറുവാഞ്ചേരി ടൗണിലെ സംയുക്ത ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും. ചെറുവാഞ്ചേരി ടൗണിൽ നിന്നും വിവിധ ഭാഗങ്ങളിലേക്കുള്ള റോഡുകളാണ് തകർന്ന് ശോചനീയാവസ്ഥയിലായിരിക്കുന്നത്. ചെറുവാഞ്ചേരിയിലെ വെങ്ങളം, വടക്കൻമാക്കോൽ, മഞ്ഞാമ്പുറം, പൂവത്തൂർ, മുണ്ടയോട്, കണ്ണാടിച്ചാൽ, കുന്നിന് താഴെ എന്നീ റോഡുകളാണ് നിലവിൽ പൊട്ടിപ്പൊളിഞ്ഞ് ശോചനീയാവസ്ഥയിലായിരിക്കുന്നത്. ദിനംപ്രതി നിരവധി വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന ഈ റോഡുകളെല്ലാം തന്നെ പൊട്ടിപ്പൊളിഞ്ഞതോടെ ഇതിലൂടെയുള്ള വാഹന ഗതാഗതം ദുഷ്കരമായി തീർന്നു. കാൽനട യാത്രക്കാർക്ക് പോലും ദുസ്സഹനീയമാണ് ഈ റോഡുകളിലൂടെയുള്ള യാത്ര. നമുക്കൊരു ഭയങ്കര പ്രശ്നമാണ്. ഒരു വണ്ടി വരികയും പിന്നെ രോഗം വന്നാൽ ഒരു വണ്ടി വരേണ്ട കാര്യങ്ങളെല്ലാം ഭയങ്കര പോക്കാണ്. വാതുക്കലെല്ലാം കൊത്തിപ്പറിച്ചിട്ടിട്ടുള്ളു. ആ കല്ല് പെറുക്കി തെറിച്ചിട്ട് നടക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയാണ്. നിങ്ങൾ ഒന്ന് വേഗം റോഡിൻ്റെ പണി പൂർത്തിയാക്കണം. എല്ലാ സ്ഥലത്തെ റോഡെല്ലാം നന്നാക്കി, നമ്മളെ ഈ ഭാഗത്തുള്ള റോഡ് മാത്രം നന്നാക്കുന്നില്ല. അത് ഓട്ടോറിക്ഷക്കാരൊന്നും അങ്ങനെ വരുന്നില്ല. ഒരു മര്യാദയ്ക്ക് നടക്കാൻ വരെ പറ്റാത്ത റോഡാണ്. ചെറിയൊരു വണ്ടിക്കൊന്നും പോകാൻ പറ്റും. അതിൽ സ്കൂട്ടറോ അല്ലെ ബൈക്കിനോ പോകാൻ പറ്റില്ലല്ലോ. കുണ്ടും കുയ്യായി ആകെ എത്ര ചെറിയ ഇതല്ലേ. അതുകൊണ്ട് വണ്ടിക്കാരൊന്നും ആരും വരുന്നില്ല. ഇത് കുറേ ആയി. ഈ അപ്പുറത്തുള്ള എല്ലാ റോഡെല്ലാം നന്നായി. നമ്മളെ ഈ ഭാഗത്തുള്ള ഒരുപാട് വീടുണ്ട്. ഇങ്ങോട്ട് നൂറുകണക്കിന് വീടൊന്നുമല്ല. റോഡുകളുടെ അരികിലും നടുവിലുമായി രൂപപ്പെട്ട വലിയ കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നതുമാണ്. ശക്തമായ മഴയൊന്ന് പെയ്താൽ വാഹനങ്ങൾ റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ താഴ്ന്നു പോകുന്നതും കാൽനട യാത്രക്കാർ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. നമ്മൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പരാതിയായിട്ട് പറയുന്നുണ്ട്, ആരും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഈ അവസ്ഥയിൽ നിങ്ങൾ നോക്കി, നമ്മൾ ഈ ചെറിയൊരു വണ്ടി ഒരു രോഗിയും കൊണ്ടുപോകുമ്പോൾ പിന്നെ എമർജൻസി ആയിട്ടാണെങ്കിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ കുറച്ച് സീരിയസ് അല്ലാണെങ്കിൽ നമുക്കത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരവസ്ഥ. പിന്നെ ഒരു ആംബുലൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ എങ്ങനെയല്ലേ ഓടി രോഗിയെ രക്ഷിക്കാൻ കഴിയൂ. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ റോഡ് നമ്മൾ ഈ ഏരിയയിൽ മൊത്തം ചെറുവാഞ്ചേരി മേഖലയിൽ ഒരുവിധം റോഡെല്ലാം ഈ ലോക്കലായിട്ടുള്ള റോഡ് തേച്ച് ഇതുപോലെ പൊട്ടിപ്പൊളിച്ചിട്ടുള്ളത്. നമുക്ക് പറയാൻ നമ്മൾ സാധാരണപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലക്ക് രാഷ്ട്രീയമായിട്ടൊന്നും യാതൊരു ബന്ധമൊന്നുമില്ലാത്ത വ്യക്തിയാണ്. നമുക്ക് ഒരു പരാതി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ ഇങ്ങനെയുള്ള റോഡിന് ഒരു നല്ല രീതിയിൽ ശരിയാക്കി തരിക. നാട്ടിൽ ജനങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഉപകാരപ്പെടുന്നതാണ്. ഈ റോഡ് ബസ് റൂട്ടുള്ള റോഡേനു. ബസ് റൂട്ട് വരെയുള്ള റോഡായത്. ഇതിൻ്റെ അവസ്ഥ നോക്കി നിങ്ങൾ എവിടെയെങ്കിലും കാണുമോ? ഇതുപോലുള്ള റോഡ് നിലവിലില്ല. റൂട്ട് ക്യാൻസലാക്കിയിട്ടുള്ളത്. ഇത്ര പൊട്ടിപ്പൊളിഞ്ഞ റോഡിനെ കൂടി എന്തുകൊണ്ടാണ് ക്യാൻസലാക്കിയെന്നറിയാലോ. ഒരുപാട് ഇതുള്ള ജനങ്ങളുള്ള വീടുകളുടെ ഏരിയ ഇത്. അതുകൊണ്ട് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷയാണ് ജനങ്ങൾ ഉപയോഗിക്കുന്നത്. എന്ന് ഈ റോഡുകൾക്ക് ശാപമോഷം ലഭിക്കുമെന്നതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ചോദ്യം. അപ്പം പിന്നെ റോഡ് വടക്കാന്നെങ്കിലും മോശമാണെന്നെങ്കിലും നമുക്ക് ഓടാണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പോകാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാം പരിചയക്കാരും എല്ലാം ഉള്ള ഈ മേഖല ഇത്. ഈ ഭാഗമോ എൻ്റെ വീട് ഇന്ന് താഴെയാണ്. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയാണ് ഇത്. അതുകൊണ്ട് നിങ്ങളെങ്കിലും ഈ ഇടപെട്ട് നല്ലൊരു ഇത് കൊടുത്തിട്ട് ഈ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്. നമ്മൾ പൊതുവായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പറയുന്നതാണ്. ഒരു രാഷ്ട്രീയം ഇതൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. റോഡിൻ്റെ ശോചനീയാവസ്ഥ മൂലം വെങ്ങളം റൂട്ട് വഴി ഓടുന്ന ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാൻ ഒരുങ്ങുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡുകളിൽ സർവീസ് നടത്തിയാൽ അടുത്ത ദിവസം വണ്ടികൾക്ക് തകരാറുകൾ സംഭവിക്കുന്ന അവസ്ഥയാണെന്നും തകർന്ന റോഡുകളൊക്കെ തന്നെ ഉടനടി നവീകരിക്കുമെന്ന അധികൃതരുടെ വാഗ്ദാനം വാക്കിലൊതുങ്ങിയിരിക്കുകയാണെന്നും ഇതിനാലാണ് തങ്ങൾ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചൊവ്വാഴ്ച സൂചനാ പണിമുടക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. നമ്മൾ ഈ ഓട്ടോ തൊഴിൽ ആകെ കിട്ടുന്ന പൈസ ഏറി വന്ന വൈകുന്നേരം വരെ പണിയെടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 650 അല്ലെങ്കിൽ 800 ലാസ്റ്റ് പരമാവധി ഓടിച്ചു കഴിഞ്ഞാൽ ഈ പൈസേനെ കൊണ്ടുപോകണം നമുക്ക് കുടുംബം പോറ്റാനും അതിനിടയ്ക്ക് എണ്ണയടിക്കാനും. മാത്രമല്ല ഈ റോഡ് തേച്ച് മൊത്തം പൊട്ടിപ്പൊടിക്കണം. ഒരു പാഴ്സിൻ്റെ വർക്ക്ഷോപ്പ് കയറ്റുമ്പോഴേക്ക് പിന്നെ ആ കുടുംബം കടത്തിലാണ്. ഈ ലോണില്ലാത്ത ഏത് തൊഴിലാളി ഉള്ളത്? അപ്പോൾ നിങ്ങൾ പറയും നാട് മൊത്തം കടാന്ന്, സ്റ്റേറ്റ് മൊത്തം കടന്നില്ല, എല്ലാം നമ്മൾ പറയുന്നില്ല. പക്ഷേങ്കിൽ വലിയ വലിയ കുണ്ടെങ്കിലും നിങ്ങൾ നിർത്തിയിട്ട് ഒരു ഇടക്കാല ആശ്വാസമെങ്കിലും നിങ്ങൾ പ്രഖ്യാപിക്കണം. അതൊരു പ്രസിഡന്റിൻ്റെ കടമയാണ്, പഞ്ചായത്തിൻ്റെ കടമയാണ്, MLAൻ്റെയും കടമയാണ്. ചെയ്തേ പറ്റൂ, വേറെ രക്ഷയില്ല. നമുക്ക് പാവപ്പെട്ട തൊഴിലാളികളാണ് നമ്മൾ. ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ റോഡ് അത്യാവശ്യം ഒരു ലെവൽ വേണം.
അത് നിങ്ങൾ ക്ലിയർ ചെയ്തതാണ്. വെറുതെ ഞങ്ങൾ കേന്ദ്രത്തെ കുറ്റം പറയുന്നു, സ്റ്റേറ്റിനെ കുറ്റം പറയുന്നു, മറ്റവരെ കുറ്റം, അതിലൊന്നും അർത്ഥമില്ല. മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ നോക്കി എത്ര ഡീസൻ്റാണ്. പക്ഷേ അതിലൊന്നും നമ്മൾ പോകണ്ട. നമുക്ക് നിസാരം ഇവിടുത്തെ ഉള്ള സാമ്പത്തികം വെച്ചിട്ട് ഈ പഞ്ചായത്ത് നല്ല നിലയ്ക്കൊന്ന് വലിയ വലിയ കുണ്ടുകളൊക്കെ ഒന്ന് ലെവലാക്കി. അവന് പൈസ ഇല്ലെന്നൊന്നും പറയണ്ട. കാരണം ഇതിൽ പാർട്ടിയും പഞ്ചായത്തായത് ഏറ്റവും കൂടുതൽ വികസനവും വരുമാനവും ഉള്ളത് നമ്മളെ പഞ്ചായത്ത് തന്നെയാണ്. അപ്പോൾ ആദിവാസി മേഖലയിലാണ് കാര്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യുന്നില്ല. ഒരാവശ്യപ്പെട്ട സമയത്തിൽ നമ്മളിപ്പോൾ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പോകാൻ മടിക്കുന്ന അവസ്ഥയിലാണുള്ളത്. അപ്പോൾ പോകാണ്ടിരിക്കാനും പറ്റില്ല. പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാന വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റോഡിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ പതിപ്പിക്കാൻ മാത്രമാണ് നമ്മൾ നാളത്തെ പണിമുടക്കിനെ കൊണ്ട് ആലോചിക്കുന്നത്. ഉടനടി അധികൃതരുടെ ഭാഗത്തു നിന്നും റോഡ് നവീകരിക്കുന്നത് സംബന്ധിച്ചുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ മറ്റ് പ്രക്ഷോഭ പരിപാടികൾ ചെറുവാഞ്ചേരി സംയുക്ത ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തുമെന്നും അവർ പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും. അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ട്രെൻഡിംഗ് ആയ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു ജോയ് ഓഫ് സെലിബ്രേഷൻ. മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈഫ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും.